സോ മഗൾസ് യെസ് ഡെസിമൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ദശാംശ രീതികൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ സമ്മറി വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് ഒന്നും പഠിക്കാനില്ല. എന്താണ് ആകെ പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് ഉള്ള നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ദശാംശ സംഖ്യ അല്ലെങ്കിൽ ഡെസിമൽ നമ്പർ എന്ന് വിളിക്കുന്നത്. ഈ പോയിന്റ് ഉള്ള നമ്പേഴ്സിനെ തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, എങ്ങനെ ഡിവൈഡ് ചെയ്യാം, എങ്ങനെ ഗുണിക്കാം, എങ്ങനെ ഹരിക്കാം എന്ന് മാത്രമേ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പഠിക്കുന്നുള്ളൂ. നിങ്ങൾ പറ, പോയിന്റ് ഉള്ള നമ്പറിനെ തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു 2.5 into 3 ചെയ്യണം. എങ്ങനെയാണ് ചെയ്യുക? 2.5 into 3 സാറേ വെരി വെരി സിമ്പിൾ. ഈ പോയിന്റ് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കും. അപ്പോൾ അതെന്തായി, 25 ആയില്ലേ. അപ്പോൾ 25 into 3 ചെയ്താൽ എത്ര വരിക? 3 5 15 5 ബാക്കി 1 3 2 6 1 7. എത്രയാണ് ആൻസർ? 75 സാറേ ആൻസർ. പക്ഷേ റിയൽ ആയിട്ടുള്ള ആൻസർ 75 ആണോ? ഒരിക്കലും അല്ല. നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഇതാ ഒരു റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒറ്റ നമ്പർ ചാടി കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്യണം? ഇവിടെ ഇട്ട് കൊടുക്കണം. സോ 7.5 ആണ് ആൻസർ. ഇനി നമുക്ക് വേറെ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു 0.35 into 2.5. ഒന്ന് എല്ലാവരും വീഡിയോ പോസ് ചെയ്തു പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. 3 2 1 പോസ്. റെഡി? എല്ലാവരും പോസ് ചെയ്തു, കമൻറ്റ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറേ ഇത് ചെയ്യാനിപ്പോൾ എന്ത് പണി? ഇപ്പോൾ ഇത് 0.35 into 2.5. പോയിന്റ് ഇല്ലെങ്കിൽ ഇത് 35, ഇത് 25. അത് ചെയ്യാം. 35 into 25. 5 5 25 5 ബാക്കി 2 5 3 15 2 17 2 5 10 0 ബാക്കി 1 2 3 6 1 7. സോ നമ്മളുടെ ആൻസർ എത്ര? 875. ആൻസർ എത്ര? 875. പക്ഷേ എവിടെ സാറേ പോയിന്റ് വരണ്ടേ? നിങ്ങൾ പറ, എവിടെ പോയിന്റ് വരണ്ടേ? സാർ ക്വസ്റ്റ്യനിൽ ഇതാ ഈ നമ്പറിൽ 2 എണ്ണം കഴിഞ്ഞിട്ട് പോയിന്റ്, ഇവിടെ 1 3 എണ്ണം കഴിഞ്ഞിട്ടാണ് ടോട്ടൽ പോയിന്റ് ഉള്ളത്. സോ 1 2 3 3 കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. സോ 0.875 ആണ് നമ്മളുടെ ആൻസർ. സോ രണ്ട് ഡെസിമൽ നമ്പർ ദശാംശ സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും ടെൻഷൻ അടിക്കാനില്ല, തേപ്പ് ഓർത്താൽ മതി. അതായത് ഈ പോയിന്റിനെ തേക്കുക, എന്നിട്ട് ലാസ്റ്റ് ആ പോയിന്റിന് ഇട്ട് കൊടുക്കുക. ഓക്കെ ആണല്ലോ? ഇനി രണ്ട് ദശാംശ സംഖ്യകൾ തമ്മിൽ ഹരിക്കുമ്പോൾ, ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തത്, ഡിനോമിനേറ്ററിൽ അല്ലെങ്കിൽ ഛേദത്തിൽ എന്ത് ചെയ്യരുത്, പോയിന്റ് വരാൻ പാടില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ 2.5 ഡിവൈഡഡ് ബൈ 0.5 ഇങ്ങനെ വന്നെന്ന് വിചാരിക്കുക. ഡിനോമിനേറ്ററിൽ പോയിന്റ് വന്നു. അത് പാടുണ്ടോ? അത് പാടില്ല. ഓക്കെ, അത് പാടില്ല. ഒന്നാമത്തെ പോയിന്റ് അതാണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ പോയിന്റ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അതിനെ ഒഴിവാക്കണം. സാറേ അതിപ്പോൾ എങ്ങനെ ഒഴിവാക്കുക? നോക്കി, ഇതിപ്പോൾ 2.5 ഡിവൈഡഡ് ബൈ 0.5 അല്ലേ. ഈ 0.5ന് ആ പോയിന്റ് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത്? സാറേ ഈ പോയിന്റ് ഒഴിവാണെങ്കിൽ ഈ പോയിന്റ് ഇങ്ങനെ ഇങ്ങോട്ട് പോകണം, ഒറ്റ നമ്പറിനെ വലത്തോട്ട് ചാടി കടക്കണം. അപ്പോൾ പോയിന്റ് ഒറ്റ ചാട്ടം വലത്തോട്ട് ചാടണമെങ്കിൽ നമ്മൾ 10 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ 10 കൊണ്ട് ഗുണിക്കുന്നതുകൊണ്ട് ഇതേ 10 കൊണ്ട് മുകളിലും ഗുണിക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ മോളത്തെ നമ്പർ എന്തായി മാറി? 2.5 into 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 25 ആയി. ബൈ ഇത് 0.5 into 10 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 5 ആയി. സോ 25/5 എത്ര? 5 ആണ് ആൻസർ. അപ്പോൾ പോയിന്റ് ഉള്ള നമ്പേഴ്സിനെ തമ്മിൽ ഹരിക്കുമ്പോൾ ഒരു രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, താഴെ പോയിന്റ് വരാനേ പാടില്ല. അപ്പോൾ താഴെ പോയിന്റ് വന്നാൽ എന്ത് ചെയ്യണം? അത് ഒഴിവാക്കണം. ഇനി രണ്ടാമത്തെ കാര്യമാണ് എന്തേ, മുകളിൽ പോയിന്റ് വന്നാൽ തേപ്പ്. മുകളിൽ പോയിന്റ് വന്നാൽ ഒരു പ്രശ്നവുമില്ല, തേച്ചങ്ങ് വിടുക. ഇപ്പോൾ സാറേ എന്താ മുകളിൽ പോയിന്റ് വന്നിട്ട് തേച്ച് വിട്ടില്ലല്ലോ? എടാ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ മാത്രം പോയിന്റ് എന്ന് വിചാരിക്കും, നമുക്ക് ഒരു പ്രശ്നവുമില്ല, നല്ലോണം സാധാരണത്തെ പോണെ ഹരിച്ചിട്ട് വിടാം. പക്ഷെ ഇത് താഴെയും പോയിന്റ് വന്ന്, താഴത്തെ പോയിന്റ് ഒഴിവാക്കിയപ്പോൾ അബദ്ധവശാൽ മുകളിലത്തെ ഒഴിവായി പോയതാണ്. അല്ലെങ്കിൽ മുകളിൽ പോയിന്റ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, തേച്ചങ്ങ് വിട്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യം നോക്കാം. ഇപ്പം നിങ്ങൾ നോക്കി, 2.6 ഡിവൈഡഡ് ബൈ 2 ആണോ? ഓക്കെ, 2.6 ഡിവൈഡഡ് ബൈ 2 ഇതെങ്ങനെയാ ചെയ്യുക? സാറേ ആദ്യത്തെ പോയിന്റ് താഴെ, ആദ്യത്തെ കാര്യം എന്താ, താഴെ ഡിനോമിനേറ്ററിൽ പോയിന്റ് വരരുത്. വന്നോ? ഇല്ല, പ്രശ്നമില്ല. രണ്ടാമത്തെ എന്താ, തേച്ച് വിടുക. ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിലും പ്രശ്നമില്ല, തേച്ച് വിടുക. ഓക്കെ, അപ്പോൾ 2.6/2നെ നമ്മൾ എങ്ങനെ ചെയ്യും? ആദ്യം 26/2 ചെയ്യുക. 26/2 ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 13 അല്ലേ? 13 ആണ് വരിക. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 13 എന്ന് എഴുതും. പക്ഷേ ഇവിടെ ഈ പോയിന്റ് ഇവിടെ ഇട്ട് കൊടുക്കണം. സോ 1.3 ആണ് ആൻസർ. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കിയാലോ? ഒരു 2.62 ഡിവൈഡഡ് ബൈ 0.2 ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത?
താഴെ പോയിന്റ് വന്ന്, അപ്പോൾ അത് ഒഴിവാക്കണ്ടേ? ഇത് ഒഴിവാക്കണമെങ്കിൽ താഴെ 10 കൊണ്ട് ഗുണിക്കണ്ടേ? വേണം. താഴെ 10 കൊണ്ട് ഗുണിച്ചാൽ മുകളിലും 10 കൊണ്ട് ഗുണിക്കണേ? വേണം. അപ്പം മുകളിലത്തെ നമ്പർ ഫുള്ള് പോയിന്റ് പോയോ? ഇല്ല. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒറ്റ നമ്പർ വലത്തോട്ട് പോയുള്ളൂ. ഈ പോയിന്റ് ഇവിടെ കിടക്കും. 26.2 ഡിവൈഡഡ് ബൈ ഇതെന്താവും? 2 എന്ന് പറഞ്ഞ നമ്പർ ആവും. അപ്പോൾ 26.2 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് താഴത്തുള്ള പോയിന്റ് നമ്മൾ ഒഴിവാക്കി, പക്ഷേ സ്റ്റിൽ മുകളിൽ പോയിന്റ് ഉണ്ട്. നമുക്ക് കുഴപ്പമില്ല, താഴത്ത് പോയിന്റ് വരരുത്. മുകളിൽ പോയിന്റ് വന്നാൽ എന്താ? നമുക്ക് തേച്ചാൽ മതി അല്ലേ? തേച്ച് വിടുക. ഈ പോയിന്റ് ഇവിടെ എല്ലാം വിചാരിക്കും. അപ്പോൾ എന്തായി? 262 ഹരിക്കണം 2. 1 2 2 6 ബാക്കി. അപ്പോൾ 3 2 6. ഇവിടെ എത്ര? 2 ബാക്കി. 1 2 2. സോ 131 ആൻസർ. പക്ഷേ 131 സാറേ ആൻസർ? അല്ല. ക്വസ്റ്റ്യനിൽ ഇതാ ഒറ്റ നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഉണ്ടായിരുന്നു, അതിവിടെ ആൻസറിൽ ഇട്ട് കൊടുക്കുക. സോ സിമ്പിളായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡെസിമൽ നമ്പർ, ദശാംശ സംഖ്യകളെ തമ്മിൽ ഗുണിക്കാനും ഹരിക്കാനും മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്നുള്ളതാണ്. അത് ഡയറക്റ്റ് ഇങ്ങനെ ഗുണിക്കാനല്ല പറയാ. നിങ്ങളോട് പറയും ഒരു കുട്ടിക്ക് ഷർട്ട് ഒരു കുട്ടിക്ക് ഒരു ഷർട്ട് പിന്നെ തയ്ക്കാൻ വേണ്ടിയിട്ട് 1.6 മീറ്റർ തുണി വേണം. അങ്ങനെയെങ്കിൽ 8 ഷർട്ട് ധരിക്കാൻ വേണ്ടി എത്ര തുണി വേണം? ഈ ഒരു രീതിക്കാണ് ചോദിക്കുക. ഒരു ഷർട്ടിന് 1.6 മീറ്റർ ആണ്, 8 ഷർട്ടിന് എത്ര? 1.6 × 8. ആ ഒരു രീതിക്കായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുക ഒരു ലിറ്റർ പെട്രോളിന് എത്രയാണ്? 100.25 വില. അങ്ങനെയെങ്കിൽ 2.5 ലിറ്റർ പെട്രോളിന് എത്ര? ഇവരെ തമ്മിൽ ഗുണിക്കണ്ടേ? ഈ ഒരു രീതിക്കാണ് ചോദ്യം നിങ്ങൾക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ കണക്ക് മനസ്സിലാക്കിയെന്ന് നോക്കട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് നിങ്ങൾ ചെയ്യണം. ഒരു 3.28 ഡിവൈഡഡ് ബൈ ഒരു 0.02 വേണം, വേണ്ട 0.2. ഈ ഒരു ഹോംവർക്ക് ഇത് നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് മാത്സിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്നും കൂടി ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റും കമൻറ്റ് ചെയ്യുക. ഓക്കെ, സീ യു, ബൈ.